മക്കളെ ഒന്നു നിൽക്കണേ. മക്കളെ കണ്ടിട്ട് നല്ല ശീലമുള്ളവരാണെന്ന് തോന്നുന്നു. ദാ ഇതിരിക്കട്ടെ. ഹയ്യാടാ, കലക്കി അപ്പൂപ്പ, വിശന്നിരിക്കുകയായിരുന്നു. ഏയ് അല്ല, നടക്കുകയായിരുന്നു. മക്കളൊന്ന് നിൽക്കണേ. ഏ ദേ പിന്നെ ഇതാണോ ഈ കാട്ടിലെ നല്ല ശീലം? വൃത്തികെട്ടവര്, മര്യാദയില്ലാത്തവര്. ഒരു സാധനം കയ്യിൽ കിട്ടിയാൽ ഇങ്ങനെയാണോ ഈ ശീലക്കാർ പെരുമാറുക? എങ്ങനെ പെരുമാറാ? എന്തു കയ്യിൽ കിട്ടിയാലും തന്നവരെ താണു തൊഴണം. അതാണ് നല്ല ശീലം. ആഹാ, അത്രയുള്ളൂ. ദാ തൊഴുതു. വളരെ സന്തോഷം. മക്കളൊന്നു നിൽക്കണേ. പിന്നെ വിളിച്ചു സൂത്ര. ഈ നല്ല ശീലം എല്ലാവരോടും പറഞ്ഞു പരത്താൻ നിങ്ങൾ സഹായിക്കാമോ? പിന്നെ ഷേരു സഹായിക്കും. ഷേരു ഉഗ്രനായിട്ട് നല്ല ശീലം പരത്തും. അല്ലേ ഷേരു? പരത്തും. നന്നായി, ഇത്രയും പറഞ്ഞു കൊടുത്താൽ മതി. കയ്യിൽ കിട്ടിയാൽ താണു വണങ്ങണം. കയ്യിൽ കിട്ടിയാൽ താണു വണങ്ങണം. കയ്യിൽ കിട്ടിയാൽ താണു വണങ്ങണം. അപ്പൂപ്പ, നല്ല ശീലം കാരണം കഴുതക്കുട്ടിയെ വൈദ്യരെ കാണിക്കാൻ പറ്റുന്നില്ല. മനസ്സിലായില്ല. ആദ്യം 2 കഴുതകളെയാണ് ഞാൻ നല്ല ശീലം പഠിപ്പിച്ചത്. അതിനിടയ്ക്ക് അവരുടെ മോൻ കാൽ തെറ്റി വീണു ഞെട്ടി പൊട്ടി. മോനെ വൈദ്യരെ കാണിക്കാൻ അമ്മ കഴുത അച്ഛൻ കഴുതയുടെ അടുത്ത് കൊടുത്തു. അച്ഛൻ മോനെ തോളിലിരുത്തി നല്ല ശീലം കാണിക്കാൻ താണു വണങ്ങി. അന്നേരം മോൻ തോളിൽ നിന്ന് പിന്നെയും മൂക്കും കുത്തി വീണു. അമ്മ പിന്നെയും മോനെ കൊടുത്തു. അച്ഛൻ താണു വണങ്ങി. മോൻ പിന്നെയും വീണു. 10-12 വീഴ്ചയായി. ഇതുവരെ അവർക്ക് വൈദ്യരുടെ അടുത്ത് പോകാൻ പറ്റിയിട്ടില്ല. ധും, എൻ്റെ അമ്മേ.